നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സ്വർണം അപഹരിച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് കോടതി ജാമ്യം അനുവദിച്ചു. അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായിട്ടും കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയാത്ത പശ്ചാത്തലത്തിലാണ് പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം മാറ്റിയ കേസിലും പത്മകുമാറിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കേസിൽ അറസ്റ്റിലായ മറ്റ് പ്രതികൾക്കും സമാനമായ രീതിയിൽ നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാൻ ആവശ്യമായ മുൻകരുതലുകളോടുകൂടി കുറ്റപത്രം കൃത്യസമയത്ത് സമർപ്പിക്കാനോ പ്രത്യേക അന്വേഷണം സംഘത്തിന് സാധിച്ചില്ല എന്ന വിമർശനം ശക്തമാണ്. കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ പ്രതികൾ ഉന്നത സ്വാധീനമുള്ളവരാണ് എന്നും ഇവർ പുറത്തിറങ്ങിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും SIT കോടതിയെ അറിയിച്ചിരുന്നു. മോഷ്ടിക്കപ്പെട്ട സ്വർണം ഇതുവരെ പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വാദവും അന്വേഷണ സംഘം ഉന്നയിച്ചിരുന്നു. കട്ലപ്പാളി കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ചിരുന്ന പത്മകുമാർ ഇന്ന് ജയിൽ മോചിതനാകും. അന്വേഷണത്തോട് സഹകരിച്ചുവെന്നും തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമാണ് എ പത്മകുമാർ കോടതിയിൽ വാദിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് അറിയാവുന്നതെല്ലാം അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി താൻ പ്രായമുള്ള വ്യക്തിയാണ്, ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ജയിലിൽ കിടത്തുന്നത് മനുഷ്യത്വരഹിതമാണ് എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന കാര്യം മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്നും അതിനപ്പുറം നടന്നിട്ടുള്ളത് ഉദ്യോഗസ്ഥലത്തിലുള്ള ഗൂഢാലോചനകളാണെന്നും അതിലേക്ക് തന്നെ വലിച്ചിഴക്കരുതെന്നും അന്വേഷണ സംഘത്തിന് ഇക്കാര്യങ്ങൾ താൻ ബോധ്യപ്പെടുത്തിക്കൊള്ളാമെന്നും പത്മകുമാർ വ്യക്തമാക്കി. അതുകൊണ്ട് തനിക്ക് ജാമ്യം വേണമെന്നായിരുന്നു പത്മകുമാറിന്റെ വാദം. കേസിലെ 7 പ്രതികൾ ഇതിനോടകം തന്നെ ജാമ്യം നേടിക്കഴിഞ്ഞു. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം 5 പേർക്ക് സ്വാഭാവിക ജാമ്യവും 2025 നവംബറിലാണ് സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. അതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനെ ED ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. കൊച്ചി ED ഓഫീസിൽ രാവിലെ 10 മണിയോടുകൂടിയാണ് വാസു ഹാജരായത്. SIT അറസ്റ്റ് ചെയ്ത് 3 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ വാസുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ED വിളിപ്പിച്ചത്. ശബരിമല തന്ത്രിക്കും ഈ ആഴ്ച തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED സമൻസ് അയച്ചിട്ടുണ്ട്. ആകെ 28 പേരാണ് ED പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നടൻ ജയറാം ഉൾപ്പെടെ കേസിലെ സാക്ഷികളായവരെ കഴിഞ്ഞ ആഴ്ചകളിൽ ED വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതുവരെ സമൻസ് അയച്ചിട്ടില്ല.